സ്പൈസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ന്യൂ ഇയറോടനുബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വെറൈറ്റി മേള വന്നിട്ടുണ്ട്. മറൈൻ വേൾഡ് അക്വേറിയം തിരുവനന്തപുരം കഴക്കൂട്ടം രാജധാനി ഗ്രൗണ്ടിനോട് അടുത്താണ് ഈ മേള നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടേക്ക് വരാനുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. എന്തായാലും കഴക്കൂട്ടം നടക്കുന്ന മേളയുടെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഡിസംബർ മാസം 13-ാം തീയതിയാണ് ഈ മേള തുടങ്ങുന്നത്. അന്ന് ഭാവന വന്ന് ഇനാഗുറേഷൻ ചടങ്ങൊക്കെ നടക്കുകയുണ്ടായി. അതുകൊണ്ട് റീൽസിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. എന്തൊക്കെയാണ് നമുക്ക് അകത്ത് കാണാനുള്ളതെന്ന് നോക്കാം. റോഡിനോട് ചേർന്ന് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് ആൾക്കൊന്നിന് 150 രൂപയാണ്. 5 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കണം. അതിന് താഴോട്ടുള്ളവർക്ക് ടിക്കറ്റ് ആവശ്യമില്ല. ടിക്കറ്റ് എടുത്തതിന് ശേഷം ചെക്കിംഗ് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഇതുപോലൊരു സെക്ഷനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണിത്. ഇവിടെ പക്ഷികളെ തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ആ ഒരു കൂട്ടിൽ തന്നെ ഒരുപാട് പക്ഷികളുണ്ട്. അവയെ വളരെ സ്വതന്ത്രമായിട്ട് തുറന്നു വിട്ടിരിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ഒരു കൂട്ടിലല്ല, നമ്മൾ നിൽക്കുന്ന ആ ഒരു വലിയൊരു കൂട് തന്നെയാണ് അതിൻ്റെ കൂട്. അത് കഴിഞ്ഞ് നമ്മൾ കടൽ മത്സ്യങ്ങളുടെ ഒരു വിശാലമായ ഒരു ലോകത്തേക്ക് കയറുകയാണ്. കടൽ മത്സ്യങ്ങളാണ് ഇവിടെ പ്രദർശനത്തിൽ കൂടുതലും ഉള്ളത്. നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒട്ടനവധി മത്സ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. മേള ഇന്നത്തെ സെക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ആൾക്കാർ ഒത്തിരി വന്നിട്ടുണ്ട്. കുട്ടികളോടും ഫാമിലിയോടൊക്കെ ചേർന്ന് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ മേളയിലേക്ക് വരാം. അതുപോലെ തന്നെ സമയം എടുത്ത് കണ്ടു പോകാനുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ ഉണ്ട്. കാഴ്ചകൾ മാത്രം പോരാ, നമ്മൾ അവയെ എങ്ങനെ ആസ്വദിക്കുന്നു എന്നതും കൂടെ കണക്കിലെടുത്തായിരിക്കണം കേട്ടോ ഇതിനെ വിലയിടേണ്ടത്. ഒരുപാട് ടാങ്കുകളിലായിട്ട് ഒരുപാട് മത്സ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പല നിറത്തിലും പല വലിപ്പത്തിലുമായിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങൾ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഇവിടെ അരാപൈമ എന്ന് പറയുന്ന അത് എല്ലാവർക്കും അറിയായിരിക്കും. റീൽസിലൂടെ മറ്റുമൊക്കെ നമ്മൾ കാണുന്ന ഒരു മത്സ്യമാണ്. അത് 4-5 എണ്ണം നല്ല വലിപ്പത്തിലുള്ളത് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ഉൾപ്പെടുത്തുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് തന്നെ കാണേണ്ടതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കഴക്കൂട്ടം നടക്കുന്ന മേളയ്ക്കകത്ത് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. സ്വദേശീയരും വിദേശീയരും ഒക്കെ വന്നു പോകുന്നുണ്ട്. മേളയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സമയമുണ്ട്. ജനുവരി 19 വരെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ള. ചിലപ്പോൾ അത് നീളാനും സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ എന്ന് പറയുന്നത്. നമ്മൾ കടലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കടലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു പ്രതീതി ഉളവാക്കും. ഇടയ്ക്കൂടെ ഇതുപോലെ സ്രാവും അതുപോലെ വലിയ മീനുകളൊക്കെ നമ്മുടെ തലയ്ക്ക് മീതെ കൂടെ വന്ന് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. ഒന്ന് മാത്രമല്ല, ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ നമുക്ക് ഈ അണ്ടർ വാട്ടർ ടണലിൽ നമുക്ക് കാണാൻ പറ്റും. തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റും. ആൾക്കാർക്ക് ഇത് കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും വളരെ താല്പര്യമാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ എല്ലാവരും സെൽഫിയും അതുപോലെ തന്നെ മീനുകളുടെ ചിത്രം പകർത്താനുള്ള തിരക്കിലാണ്. ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ടോ എന്നാണ് സംശയം. എന്തായാലും വരുന്നവർ കൂടുതലും അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നീട് ഫോട്ടോ ഒക്കെ എടുക്കാനും അല്ലെങ്കിൽ നിന്ന് കണ്ടതിന് ശേഷം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരു സെക്ഷനിൽ ഇതുപോലെ സ്റ്റാർ ഫിഷും അതുപോലെ കൊഞ്ചും അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഒരു ടാങ്കിൽ കാണാൻ പറ്റും. അടുത്തൊരു സെക്ഷനാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ളത്. ഒരു മനുഷ്യൻ ഒരു ടാങ്കിനകത്ത് കിടന്ന് നമുക്ക് ടാറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഫുൾ ടൈം വെള്ളത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ. അതൊരു വെറൈറ്റിയാണ് നമ്മൾ ഇത്ര ഇതായിട്ട് കാണുന്നത്, അടുത്ത് കാണുന്നത് ഇങ്ങനെ. അടുത്തത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ്. പൂമ്പാറ്റയും അതുപോലെ തന്നെ തേനീച്ചയും അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് അനിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റാച്യൂസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒത്ത് നിന്നൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടായിട്ട് തോന്നി കേട്ടോ. ഇത് അടുത്ത സെക്ഷനാണ്. അവിടെ പൂമ്പാറ്റയും വണ്ടും തേനീച്ചയൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ ആൾ മാറിയിരിക്കുകയാണ്. വലിയൊരു ആമ, ഒരാൾ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വലിയൊരു ആമയും അതുപോലെ ആനയും ഡൈനോസറും കടുവയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇതെല്ലാം അനിമേറ്റഡ് ആണ് കേട്ടോ. അതുപോലെ നമുക്ക് 360-ൽ വീഡിയോ എടുക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. മേളയിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്, റോബോട്ട്. ഇവിടെ നമ്മൾ പോയപ്പോൾ തന്നെ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഒത്ത് അതിലൂടെ കളിക്കുന്നതും പിന്നെ ഏകദേശം പേരും പേടിച്ച് ഓടുന്നതൊക്കെ കാണാൻ പറ്റി. 2 റോബോട്ടുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടും വളരെ ആക്റ്റീവായിട്ട് ആൾക്കാരുടെ കൂടെ ഇങ്ങനെ നടന്നും ഓടിയും ചാടിയൊക്കെ ഉള്ള കാഴ്ച. ഒരു ഇൻട്രസ്റ്റിംഗ് സെക്ഷനായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതിൽ ഒരു മാറ്റമില്ല. ഈ മേളയിൽ തന്നെ ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന
ഒരു സെക്ഷനാണെന്ന് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ വന്ന ആൾക്കാർ അത്രയും ഇവിടെ നല്ല രീതിയിൽ സമയം ചിലവഴിച്ചിട്ട് മാത്രമേ പോകത്തുള്ളൂ. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും മഴ പെയ്യുന്ന ഒരു കെട്ടിടമാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മേളകളിൽ കാണുന്ന ഈ കച്ചവട സാധനങ്ങൾ നമുക്ക് വാങ്ങാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും, ഫർണിച്ചറാവട്ടെ അല്ലാതെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും, നമുക്കല്ലാതെ ഫാൻസി ഐറ്റംസ്, മരുന്നുകൾ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഇടയ്ക്ക് എൻ്റെ കൈയും ഒരു ചേട്ടൻ പിടിച്ച് എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടാവശ്യത്തിനുള്ള തടികളിലുള്ള ഉപകരണങ്ങൾ, അതുപോലെ ഡ്രസ്സുകൾ, അക്തർ ഐറ്റങ്ങൾ, മുട്ടായി ഐറ്റംസ്, ടൂൾസ്, ഫാൻസി ഐറ്റം, ടോയ്സ്, പിന്നെ ഒരു വലിയൊരു ഫുഡ് കോർട്ടും ഇവിടെയുണ്ട്. പിന്നെ പുറത്ത് ഇതിൻ്റെ പാർക്കുകൾ സെറ്റപ്പുകളൊക്കെ ആകുന്നേ ഉള്ളൂ. ഗെയിംസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ മടിച്ചു നിൽക്കേണ്ട. ഇതിനോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ മേളയിൽ പങ്കാളികളാകാം കേട്ടോ. അടുത്ത ഒരു വിശേഷമായി കാണാം. ബൈ.